എഡിറ്റിംഗ് രംഗത്ത് പ്രഗൽഭ്യം തെളിയിച്ച നൗഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. ഹൊറർ, ഫാന്റസി, കോമഡി, ത്രില്ലർ എന്നീ ഘടകങ്ങൾ ഒരുമിപ്പിച്ച ഒരു ഫാമിലി എന്റർടൈനർ എന്ന നിലയിലാണ് ഈ സിനിമ അണിയറയിലൊരുങ്ങിയത്. സിനിമയുടെ കഥ നടക്കുന്നത് നെല്ലിക്കാംപോയിൽ എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിലെ നാട്ടറിവുകളും തലമുറകളായി കൈമാറി വരുന്ന മിത്തുകളും അന്ധവിശ്വാസങ്ങളുമെല്ലാം കഥയ്ക്ക് ശക്തമായ ഒരു പശ്ചാത്തലം നൽകുന്നു. കഥാപരിസരം കൃത്യമായി പറയുന്നില്ലെങ്കിലും മൊബൈൽ ഫോണുകളോ മറ്റ് ആധുനിക സംവിധാനങ്ങളോ ഇല്ലാത്ത 2000-ന്റെ ആരംഭത്തിലുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് സിനിമയ്ക്കായി തിരഞ്ഞെടുത്തത്. ഈ ഗ്രാമത്തിന്റെ ശാന്തതയെ തകർക്കുന്നത് കുതിരയുടെ കാലുകളുള്ള ഒരു നിഗൂഢ ജീവിയുടെ രൂപമാണ്. ഇതോടെ നാട്ടുകാർ ഭയപ്പാടിലാകുന്നു. കുട്ടിക്കാലത്തുണ്ടായ ഒരു ദുരനുഭവം കാരണം ഇരുട്ടിനെ ഭയക്കുന്ന നായകനായ ശ്യാം മാത്യു തോമസ് അവധിക്കായി നാട്ടിലെത്തിയതാണ്. കാമുകി ധന്യയുടെ മുൻപിൽ വീരനായി ചമയാൻ വേണ്ടി ശ്യാം കൂട്ടുകാരുമായി ചേർന്ന് ഈ നൈറ്റ് റൈഡറെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം. പ്രണയവിലാസം എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയ ജ്യോതിഷ് എമ്മും സുനു എവിയും ചേർന്നാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. സിനിമയുടെ ബിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിലെ കരടിമടൈ എന്ന സ്ഥലത്താണ്. ഛായാഗ്രാഹകൻ അഭിലാഷ് ശങ്കർ രാത്രി രംഗങ്ങൾ പകർത്തിയതിലെ മികവും യാക്സൺ ഗാരി പെരേരയും നേഹ എസ് നായരും നൽകിയ മികച്ച പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് ആകാംക്ഷയുടെ ഒരു തലം നൽകുന്നു. ചിത്രത്തിൽ ശബ്ദത്തിനും സംഗീതത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം കാഴ്ചക്കാർക്ക് ഒരു മികച്ച തിയേറ്റർ അനുഭവം നൽകാൻ സഹായിക്കുന്നു. മാത്യു തോമസ് ശ്യാം എന്ന കഥാപാത്രത്തിന്റെ പേടിയും നിസ്സഹായതയും നന്നായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സിനിമയിൽ കൂടുതൽ കയ്യടി നേടുന്നത് ശരത് സഭയും റോഷൻ ഷാനവാസും ഉൾപ്പെടുന്ന കൂട്ടുകാരാണ്. ഇവർ തങ്ങളുടെ സ്വാഭാവികമായ കോമഡി ടൈമിങ്ങിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും മടുപ്പുളവാക്കുന്ന രംഗങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. ശ്യാമിന്റെ ഭൂതകാലവുമായി ബന്ധമുള്ള കഥാപാത്രമായി വന്ന മെറിൻ ഫിലിപ്പ് ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി അബു സലീം, റോണി ഡേവിഡ് രാജ്, വിഷ്ണു അഗസ്ത്യ എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ആദ്യ പകുതി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ വിജയിക്കുകയും ഹൊറർ ത്രില്ലർ മൂഡ് നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മ കാരണം രണ്ടാം പകുതിയിലേക്കെത്തുമ്പോൾ സിനിമയുടെ താളം തെറ്റുന്നതായി എല്ലാവരും അഭിപ്രായപ്പെടുന്നു. കഥ വലിച്ചു നീട്ടുന്നതായും നിഗൂഢരൂപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന നിരാശയും ചിത്രത്തിന് തിരിച്ചടിയായി. സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുമ്പോഴും കഥയിൽ വേണ്ടത്ര ആഴം നൽകാതിരുന്നത് കാരണം നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് ഒരു ശരാശരി ചിത്രമായി ഒതുങ്ങിപ്പോയി.